നിർത്ത് നിർത്ത് നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തിക്കണത്. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീപ്പെട്ടി ഉണ്ടോ? ഇത് ചോദിക്കാൻ എവിടം വരെ കൊണ്ടുവന്നേ? ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ? ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടിറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്താ. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവനിനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തോണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല. സിനിമ കഥ പറയാതെ കാര്യം പറ. അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പുള്ളൊരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം. എന്താ വേണ്ടേ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും. ആര്? കേട്ട് കാണും, സൈപ്പർ ആൻഡോ. ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, ഈ പറഞ്ഞ ഭാസ്കരന്റെ 2 എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ പുള്ളി. ഭാസ്കരന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ആൻഡോയാ. ഒളിവില താവളം മാരിക്കറിയാം, മാരിക്ക് മാത്രം. ആലോചിച്ചിട്ട് പറ, മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും. പോക്കറ്റ് കീറും, പക്ഷെ തല കഴിച്ച് തന്നെ കാണും. രണ്ട് പാവം വരും. അച്ഛൻ ചെറുപ്പത്തിലെ കഴുത്തിലിട്ട് തന്നതാ. ആകെയുള്ളത് ഇതാ. വിറ്റ് വേണ്ടതെടുത്തിട്ട് ബാക്കിതാ. എന്നത്തേക്ക് പോവാം? ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നാലോടെ. എന്തിനാ ഇങ്ങനെ ഓടിക്കണേ? ആ നായിന്റെ മോനെ എനിക്ക് സർബത്ത് ഉണ്ടാക്കി തന്ന മെഷീൻ ഞാൻ കണ്ടുപിടിച്ചു. എടാ നായിന്റെ മോനെ, സൈപ്രാൻഡോയെ കാണണ്ടേ? ഇനി നീ കാണാൻ പോകുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തോന്ന്? ഇതാ അങ്ങോട്ട് നോക്ക്. അവിടെ എന്ത്? മാരി, ഇത് വാ പോവാ. ഹലോ. ആ അബ്ദുള്ള, സുഖം തന്നെ? സുഖല്ലേ? ഓ സുഖം തന്നെ. സുരേഷ്. സുരേഷ സ്റ്റീഫൻ. ഹലോ ജോണി. ഹായ്. നീ പുറത്തു പോ. ഇരിക്കേ. ഭാസ്കരൻ, തെളിപ്പറമ്പിൽ ഭാസ്കരൻ, ശവന്തീനി. തെളിവുള്ള കൊലപാതകം 1, ഇല്ലാത്തത് 3. കൊല്ലുന്നതിന് മുമ്പ് കടിച്ചു കൊടയും അല്ലേ? ഈ 15-ന് അവനെത്തും. പൊങ്കാലയല്ലേ അന്ന്? അതെ. തെളിപ്പറമ്പിൽ ഭാസ്കരന് നേരെ നിന്ന് തെളിവ് കൊടുത്തവനാ നീ. നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് മോശമാണ്, അറിയാം. പക്ഷേ ഞങ്ങളുടെ നിയമം അതാ. ചോര വീഴണമെങ്കിലും വീഴാതിരിക്കണമെങ്കിലും അതിന് അതിൻ്റെതായ ചെലവുണ്ട്. അതുകൊണ്ട് രൂപ 5000 ഉണ്ടെങ്കിൽ അത് ഈ പെട്ടി വെച്ചിട്ട് പോ. നിന്നെ അവൻ തൊടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അണ്ണാ അറിഞ്ഞില്ലേ, തങ്കിയെ പെണ്ണ് കാണാൻ വന്നിരിക്കണു. ഏതോ സർക്കാർ ഓഫീസിലെ ക്ലർക്കാ.
മാലതി തങ്കിയ വിടറേ. ശിവൻ ചേട്ടൻ എന്താ ഇവിടെ? അല്ല മാമൻ അച്ഛനകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ഞാൻ ഇതുവഴി പോയതാ. അപ്പൊ വാഴ ചരിഞ്ഞു നിൽക്കണു. വാഴ ചരിഞ്ഞോ? ആന ചരിഞ്ഞോന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരറിയിപ്പുണ്ട്, എന്നെ പെണ്ണാണെന്ന് അകത്തൊരാള് വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് എന്നെ ഇഷ്ടായി. കൂടുതൽ ഇഷ്ടായത് ഈ മത്തങ്ങ പോലത്തെ മോന്തയും രണ്ടുണ്ടക്കണ്ണുവാ. കൊടിമരം പോലത്തെ പെണ്ണായതുകൊണ്ട് ഭയങ്കര ഇഷ്ടായി. എന്നാ പിന്നെ ഞാൻ അങ്ങട് എടാ സുത്തി വൃത്തിയോട്ടവനെ, നിന്നെ സൗദിയിൽ നിന്ന് ചവിട്ടൂടാ. മോളെ ചായയും പലഹാരവും റെഡിയായി കൊണ്ടുവാ. നിനക്കൊരു വിഷമമില്ലേടി? പാവം ഭാർഗവിയക്കൻ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ല അമ്മേ. വാ അങ്ങോട്ട് വെച്ചത് കഴിക്ക്. ഇതാണ് മോള്. എന്താ പേര്? എന്റെ പേര് തങ്കി, സ്കൂളിലെ പേര് പാർവതി. എനിക്കൊരാളെ ഇഷ്ടാ, ഭയങ്കര ഇഷ്ടം. പേര് ബി ശിവൻകുട്ടി. എന്റെ മാമിയുടെ മോനാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഏൽപ്പിച്ചതെല്ലാം ചെയ്യും. ഒരു കൊലപാതകയ്ക്കെതിരെ 2 വർഷം മുമ്പ് കോടതിയിൽ തെളിവ് കൊടുത്തു. അയാള് തിരിച്ചു വന്നാ കൊല്ലൂന്നാ പറയണേ. ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും. എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ. കെട്ടുന്നെങ്കി അയാളെ കെട്ടു. നിങ്ങളുടെ കപിൽദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ, റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച 2 അടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവൂല. സുരേഷ് ഇവിടെ പടക്കട ചളമായ കേസ് 15-ാം തീയതി അല്ലേ ഭാസ്കരൻ വരുന്നത്? അവനിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ എസ് ഐ തീർപ്പിക്കും. പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്തും നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനെവിടെ ശിവൻകുട്ടി അടികൊണ്ട് നിവരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ? ഇതിനുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെയുള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത്. എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ? ഇതിലുണ്ടേണ്ട, ഇല്ലാതെങ്ങനെ? ഇതിനകത്ത് വല്ല ഉണ്ടാ? ഇല്ല. ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റും. എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ്? ആക്രാന്തം പിടിക്കല്ലേ, തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി 2 കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇത് ജാങ്കോ ഒരു തടവ് സ്വന്നാത് 100 തടവ് സ്വന്ന മാതിരി. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്. അതല്ല ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ള ഒരു ലാത്തിയാണ്. വാടോ, എസ് ഐക്ക് വിവരം കൊടുക്കാം. ഇത് താണ്ട പോലീസ്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്താ, അറിയോ? കാളഭാസ്കരൻ വന്നാ എന്നെ കൊല്ലും. അതാലോചിച്ചപ്പോ ഞാൻ എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോകാൻ പോണോ? ഓരോരോ തോന്നലുകള്. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം, എനിക്ക് അവനെയും. നീയല്ലേ? ധൈര്യമായിട്ട് പോ, ചെല്ലേ.